CRPF കേരളത്തിൽ ഉൾപ്പെടെ വേക്കൻസിയുമായിട്ട് പുതിയൊരു അപേക്ഷ ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. കേരളത്തിൽ നമുക്ക് സെപ്പറേറ്റ് വേക്കൻസി ഒക്കെ ഇതിന് പറയുന്നുണ്ട്. 300 ചില്ലാനം വേക്കൻസികളാണ് ഇതിന് കേരളത്തിൽ പറയുന്നത്. സോ എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. സോ കോൺസ്റ്റബിൾ പോസ്റ്റ് ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. കോൺസ്റ്റബിൾ ട്രേഡ്സ്മാൻ ആണ്. കോൺസ്റ്റബിൾ ടെക്നിക്കൽ ആൻഡ് ട്രേഡ്സ്മാൻ പോസ്റ്റ്, അതുപോലെ പൈനീർ പോസ്റ്റിലേക്കുള്ള അപേക്ഷയാണ് മെയിൽ ആൻഡ് ഫീമെയിൽസിന് 2026 CRPF ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. 20/4/2026 മുതൽ അപേക്ഷ തുടങ്ങിയിട്ടുണ്ട്. ഇന്നു മുതൽ അപേക്ഷ തുടങ്ങിയിരിക്കുകയാണ്. 19/5/2026 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം. ഫീസും അടക്കാൻ സാധിക്കും. എല്ലാവരും ഫീസ് അടക്കേണ്ട കാറ്റഗറി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ പേ സ്കെയിൽ വരുന്നത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. 21,700 മുതൽ 69,100 വരെയാണ് പേ സ്കെയിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ടെക്നിക്കൽ ആൻഡ് ട്രേഡ്സ്മാൻ പോസ്റ്റിലേക്ക് വന്നിട്ടുള്ള ഒഴിവുകൾ 9,175 വേക്കൻസീസ് വന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ടോട്ടൽ ഒഴിവുകൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതിൽ മെയിൽസിന് 996 വേക്കൻസിയും ഫീമെയിൽസിന് 79 വേക്കൻസി റിപ്പോർട്ട് ചെയ്തതായിട്ടുള്ള കാര്യങ്ങളും നമുക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അതിൽ നമ്മുടെ ഓരോരോ ഇതിലേക്കും ഓരോരോ പോസ്റ്റിലേക്കും ഓരോരോ സ്റ്റേറ്റിനും വന്നിട്ടുള്ള വേക്കൻസീസ് ഈ ഒരു ടേബിളിൽ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. അതിൽ നമുക്ക് കേരളം എടുത്ത് നോക്കാവുന്നതാണ്. കേരളം ഇതാണ്, ഇവിടെ കാണുന്നതാണ് കേരളം എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ സെപ്പറേറ്റ് പട്ടിക ഏറ്റവും അവസാനവും കൊടുക്കുന്നുണ്ട്. സോ കേരളത്തിന് ഓരോരു പോസ്റ്റിനും വന്നിട്ടുള്ള വേക്കൻസീസ് ഈ ഒരു രീതിയിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ നോക്കി മനസ്സിലാക്കാം. അതുപോലെ തന്നെ 304 ഒഴിവുകളാണ് കേരളത്തിന് ടോട്ടൽ വന്നിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഒരു പോസ്റ്റിനുള്ളതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യത്തിലേക്കും കൂടി കടക്കാവുന്നതാണ്. വേക്കൻസി ഫോർ ഫീമെയിൽ ആണ് കേട്ടോ. ഫീമെയിൽസിന് കേരളത്തിൽ വന്നിട്ടുള്ള വേക്കൻസി ഒരു വേക്കൻസിയാണ് വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആകെ ഒരു വേക്കൻസിയാണ്, 2 വേക്കൻസി. മറ്റൊന്ന് വാട്ടർ കരിയറിന് വന്നിട്ടുണ്ട്. 2 വേക്കൻസി കേരളത്തിനായിട്ട് വന്നത് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഓൺലി 2 വേക്കൻസീസ് ഫോർ കേരള. അതുപോലെ തന്നെ ഏതൊക്കെ പോസ്റ്റ് എന്നുള്ളതും ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്കും കൂടി കടക്കാവുന്നതാണ്. ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ത്യൻ സിറ്റിസൺസ് ആയിട്ടുള്ള ഇനി പറയാൻ പോകുന്ന യോഗ്യതകൾ ആർക്കും അപേക്ഷിക്കാം. ഇതിൽ ഡ്രൈവർ എന്ന് പറയുന്ന പോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഡ്രൈവർ എന്ന് പറയുന്ന പോസ്റ്റിന് 21 മുതൽ 27 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. മിനിമം 10ാം ക്ലാസ് ആണ് കേട്ടോ ഇതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത്. ഏതൊക്കെയാണെന്ന് മുമ്പോട്ട് പറയാം. അപ്പോൾ കൃത്യമായി പറയുകയാണെങ്കിൽ 2/1/1999 1/1/2005 ഈ ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് ഡ്രൈവർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. ഇനി കോൺസ്റ്റബിൾ മോട്ടോർ മെക്കാനിക് വെഹിക്കിൾ ഉണ്ട്, അതുപോലെ കോബ്ലർ ഉണ്ട്, കാർപ്പൻറ്റർ ഉണ്ട്, ടൈലർ, അതുപോലെ ബ്രാസ് ബാൻഡ്, അതുപോലെ പൈപ്പ് ബാൻഡ്, അതുപോലെ ഗാർഡനർ ഉണ്ട്, പിന്നെ ബൂഗ്ലർ, പിന്നെ പെയിൻറ്റർ, കുക്ക്, അങ്ങനെ നിരവധി പോസ്റ്റുകൾ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഏജിലേക്ക് നമുക്ക് കടക്കാം. അതിന് 18 to 23 വയസ്സ് വരെയുള്ളവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കൂ. 2/1/2003 1/1/2008 ഈ ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം. SC STക്ക് 5 വർഷവും OBCക്ക് 3 വർഷത്തെയും പ്രായത്തിലിളവ് ലഭിക്കും. തുടർന്നുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുൻപായിട്ട്, ക്വാളിഫിക്കേഷനിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ SSC GDൻ്റെ 10 days പ്രാക്ടീസ് സെക്ഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 1000 ചോദ്യങ്ങൾ 10 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മളിത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ 1000 ചോദ്യങ്ങൾ ഉണ്ടാകും. പിന്നെ ഗൂഗിൾ ഷീറ്റ് സെൽഫ് അനലൈസിന് വേണ്ടി ഗൂഗിൾ ഷീറ്റ് ഒരു മോക്ക് ടെസ്റ്റ് പോലെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അവിടെ 240 ചോദ്യങ്ങളും ഉണ്ടാകും. ഓരോ 3 ദിവസം കൂടുമ്പോൾ അതും ലഭിക്കും. അങ്ങനെ 1240 ചോദ്യങ്ങളും ഇൻക്ലൂഡ് കറണ്ട് അഫയേഴ്സ് കൂടി ഇതിൽ വരുന്ന രീതിയിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. സോ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ അതിൻ്റെ ഭാഗമായി തീരാം. നിങ്ങളുടെ പരീക്ഷ ഇനി അടുത്ത മാസം അവസാനം ഒക്കെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എപ്പോൾ നിങ്ങളിത് കണ്ടാലും ഒരു 2 ദിവസം 3 ദിവസമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്കിതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കൂടി നോക്കാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ക്വാളിഫിക്കേഷനാണ്. ഡ്രൈവർ പോസ്റ്റിൽ അപേക്ഷിക്കാൻ മിനിമം 10ാം ക്ലാസ് വേണം. ടെക്നിക്കൽ ക്വാളിഫിക്കേഷനായിട്ട് ഹെവി ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ലൈസൻസ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളത് പ്രത്യേകം പറയുന്നുണ്ട്. പിന്നെ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ അതിന് 10ാം ക്ലാസ് ആണ് യോഗ്യതയായിട്ട് പറയുന്നത്. മിനിമം മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ +2 ഒക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ടെക്നിക്കൽ ക്വാളിഫിക്കേഷനായിട്ട് 2 വർഷത്തെ ITI ചോദിക്കുന്നുണ്ട്. നാഷണൽ ഓർ അപ്രന്റീസ്ഷിപ്പ് ഉണ്ടെങ്കിലും സ്റ്റേറ്റ് അപ്രന്റീസ്ഷിപ്പ് ഉണ്ടെങ്കിലും അപേക്ഷിക്കാന്നുള്ള കാര്യം, ITI ഇല്ലെങ്കിൽ അതുണ്ടെങ്കിലും അപേക്ഷിക്കാന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ ബാക്കിയുള്ള എല്ലാ പോസ്റ്റിനും ഓൾ അതർ പോസ്റ്റിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് 10ാം ക്ലാസ് മാത്രമാണ്. പിന്നെ അതിനൊക്കെ ഒരു ട്രേഡ്, അതായത് പ്രൊഫഷൻ്റെ നിങ്ങൾ ആ ഒരു വർക്കിൽ അതായത് അതിൽ നല്ല അറിവുള്ള ആളായിരിക്കണം എന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. വാട്ടർ കരിയർ, അതുപോലെ വാഷർമാൻ എന്നൊക്കെ പറയുന്ന പോസ്റ്റിൽ അപേക്ഷിക്കുന്നവർക്ക് 10ാം ക്ലാസ് മാത്രം മതി. പക്ഷേ അതിൽ അത്യാവശ്യം അറിവുണ്ടായിരിക്കണം. എക്സ്പീരിയൻസ് ഒന്നും വേണ്ട, അറിവ് മതി എന്ന് പറയുന്നുണ്ട്. പിന്നെ പൈനീർ വിങ് കാണാൻ സാധിക്കും. മാസൺ ആൻഡ് ഇലക്ട്രീഷ്യൻ പോസ്റ്റ് അതിന് അപേക്ഷിക്കാൻ 10ാം ക്ലാസ്സും 1 year എക്സ്പീരിയൻസ് ഇൻ ട്രേഡിൽ, അല്ലെങ്കിൽ 1 year എക്സ്പീരിയൻസ് വേണം, ട്രേഡിൽ 1 year എക്സ്പീരിയൻസ് വേണം. അതുപോലെ തന്നെ അതിലുള്ള വർക്കിലുള്ള ജ്ഞാനവും കാര്യങ്ങളൊക്കെ അറിവൊക്കെ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മിനിമം 10ാം ക്ലാസ് ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. 100 രൂപയാണ് അപേക്ഷാ ഫീസ്. എല്ലാവരും അടക്കേണ്ട. മെയിൽ കാൻഡിഡേറ്റ്സ് ആയിട്ടുള്ള ജനറൽ, EWS, OBC വിഭാഗത്തിൽപ്പെടുന്നവരാണ് ഫീസ് അടക്കേണ്ടത്. SC ST ഫീമെയിൽസിനൊന്നും ഫീസ് ഉണ്ടാവുന്നതല്ല എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കാം. കേരളത്തിൽ നമുക്ക്
ഫിസിക്കൽ ബാക്കിയുള്ള കാര്യത്തിന് എല്ലാത്തിനും ടെസ്റ്റ് നടത്താനായിട്ടുള്ള സെൻറ്റർ എവിടെയാണ് നമുക്ക് ലഭിക്കാൻ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം പള്ളിപ്പുറമായിരിക്കും, നമ്മുടെ CRPF ക്യാമ്പിലായിരിക്കും അത് ഉണ്ടാകുക എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ മെൻഷൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ ഫസ്റ്റ് ഫേസ് ഫിസിക്കലാണ്. അതിലെന്താ വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത്രയും പോസ്റ്റുകളിൽ 5 കിലോമീറ്റർ ഓട്ടം 24 മിനിറ്റിലാണ്. ഫീമെയിൽസിന് 1.6 കിലോമീറ്റർ ഓട്ടം 8.5 മിനിറ്റിലുമാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ കുക്ക് ബാക്കിയുള്ള പോസ്റ്റിനൊക്കെ 1.6 കിലോമീറ്റർ ഓട്ടം 10 മിനിറ്റിലും ഫീമെയിൽസിന് 1.6 കിലോമീറ്റർ ഓട്ടം 12 മിനിറ്റിലാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ CT മാസൺ ഇലക്ട്രീഷ്യൻ ഈ പോസ്റ്റിലൊക്കെ 1.6 കിലോമീറ്റർ ഓട്ടം 9 മിനിറ്റിലാണ് പറഞ്ഞിട്ടുള്ളത്. അത് ആൺകുട്ടികൾക്ക് മാത്രമുള്ള പോസ്റ്റാണെന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. ഇനി ഹൈറ്റ് പറയുന്നത് 170 സെൻറ്റിമീറ്റർ വേണം, വനിതകൾക്ക് 157 വേണം എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഇനി ST കാൻഡിഡേറ്റ് ആകുമ്പോൾ 162.5 സെൻറ്റിമീറ്റർ ആൺകുട്ടികൾക്കും 150 പെൺകുട്ടികൾക്കും മതി എന്നുള്ളൊരു കാര്യം കൂടി പ്രത്യേകം പറയുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ചെസ്റ്റ് നോക്കാം. ചെസ്റ്റ് 80 സെൻറ്റിമീറ്റർ വേണം, 5 സെൻറ്റിമീറ്റർ ആൺകുട്ടികൾക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം. ST ആകുന്ന സമയത്ത് 76 സെൻറ്റിമീറ്റർ മതി, 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഷനും കൂടി പറയുന്നുണ്ട്. സോ ഇത്രയധികം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഇതിൻ്റെ ഇതാണ് സിലബസാണ്. ആവശ്യമാണെങ്കിൽ ഇതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ തീർച്ചയായിട്ടും ക്രിയേറ്റ് ചെയ്ത് തരാം. നമ്മുടെ SSCൻ്റെ ആ ഒരു പാറ്റേണിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. 0.25 മാർക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്, ഒരു ക്വസ്റ്റിന് 1 മാർക്ക് വെച്ച് ലഭിക്കും. അതുപോലെ തന്നെ 2 മണിക്കൂറിൻ്റെ പരീക്ഷയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ ഇതിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അപേക്ഷിക്കേണ്ട ലിങ്കും പിന്നെ ഈ നോട്ടിഫിക്കേഷൻ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇതിൽ സിലബസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ മെത്തേഡിൽ തന്നെ ആവശ്യമാണ്. തീർച്ചയായിട്ടും നമ്മൾ പഠിക്കേണ്ട മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്ത് തരാം. പിന്നെ ഒരു 29-30 പേജൊക്കെ എത്തുമ്പോൾ നമുക്ക് ഒന്നുകൂടെ വ്യക്തമായിട്ട് നമ്മുടെ കേരളത്തിൻ്റെ വേക്കൻസി ഏതൊക്കെ പോസ്റ്റിന് എങ്ങനെയാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ഒരു പട്ടിക ഇവിടെ ഓരോ സ്റ്റേറ്റിൻ്റെയും കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മുടെ കേരളത്തിൻ്റെയും ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഏതൊക്കെ പോസ്റ്റുകൾ വന്നിട്ടുണ്ട്, അതിൽ എത്രയൊക്കെയാണ് വേക്കൻസി. ടോട്ടൽ 306 വേക്കൻസീസാണ് കേട്ടോ കേരളത്തിനുള്ളത്. സോ താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്യാം. പിന്നെ SSC GD കോൺസ്റ്റബിളിൻ്റെ നമ്മുടെ 10 ഡേ പ്രാക്ടീസ് സെക്ഷൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ലഭിക്കും. അപ്പോൾ ആ ഒരു സ്റ്റോറിലൂടെ നിങ്ങൾക്ക് അതിൻ്റെ ഭാഗമാകാം, അല്ലെങ്കിൽ നമ്മുടെ ടീമിന് മെസ്സേജ് അയച്ചാലും മതി. അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി. മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. എല്ലാവരും അപ്ലൈ ചെയ്യുക. താല്പര്യമുള്ള യോഗ്യതയുള്ള എല്ലാവരും അപ്ലൈ ചെയ്യുക.